ഹായ് ഹലോ ടീച്ചർമാരെ മാഷുമാരെ HSC ഫിസിക്കൽ സയൻസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയ അധ്യാപക സുഹൃത്തുക്കൾക്കായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ സിലബസിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ലാന്തനോയിഡുകൾ, ആക്ടിനോയിഡുകൾ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് അല്ലേ. ഇന്ന് നമുക്ക് എസ് ബ്ലോക്കിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് പഠിച്ചാലോ. എസ് ബ്ലോക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും അല്ലേ. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് അതിൽ ഉൾപ്പെടുന്നത്. ആൽക്കലി ലോഹങ്ങൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ലീനയ്ക്ക് റൂബി ക്ലോസ് ഫ്രണ്ട് ആണ്. ലീനയ്ക്ക് റൂബി ക്ലോസ് ഫ്രണ്ട് ആണ് എന്ന് പറയും. അതേപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ പറയുന്ന ഒരു കോഡാണ് ഭീമയുടെ കാലിക്കറ്റ് ഷോറൂമിൽ ഭയങ്കര റേറ്റ് ആണ്. ഇങ്ങനെ നമ്മൾ ആ മൂലകങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് പൊതുവെ പറയാറുണ്ട്. ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, രണ്ടുപേരും മെറ്റൽസ് ആണ്, രണ്ടുപേരും ഇലക്ട്രോ പോസിറ്റീവ് ആണ്, രണ്ടുപേരും ആൽക്കലി സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. ഇവരുടെ ഓക്സൈഡുകളും അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡുകളും ആൽക്കലി സ്വഭാവങ്ങൾ കാണിക്കുന്നു. അങ്ങനെ ഇവരുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ചെയ്തു നോക്കാം. നോക്കേ, ഒരു ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആൽക്കലി ലോഹ ക്ലോറൈഡ് ആണ്, അതായത് MCl, എളുപ്പത്തിൽ ഹൈഡ്രേറ്റ് ലവണം ഉണ്ടാക്കുന്നത്? അപ്പോൾ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സാധാരണ ഉപ്പാണ്. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് ഒക്കെ ഇങ്ങനെ വെള്ളവുമായി ഈർപ്പമായി ഡെലിങ്ക്വസ് ആയി നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലിഥിയം ക്ലോറൈഡ് ആണോ, സ്വീസിയം ക്ലോറൈഡ് ആണോ, റുബീഡിയം ക്ലോറൈഡ് ആണോ, ഇന്ദുപ്പ് അതായത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണോ? ഏതാണ് ഉത്തരം വരുന്നത്? അതായത് ലിഥിയം എന്ന് പറയുന്ന മൂലകം ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആൽക്കലി മെറ്റൽസിലെ ആദ്യത്തെ മൂലകമായ ലിഥിയം മറ്റു ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൽ ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലിഥിയത്തിൻ്റെ ക്ലോറൈഡ് ഈർപ്പമുള്ള വായുവിൽ അലിയുന്നതും ലിഥിയം 2H2O, ലിഥിയം ക്ലോറൈഡ് 2H2O, LiCl 2H2O എന്ന ഫോമിൽ ആയി മാറുകയും ചെയ്യുന്നു. LiCl 2H2O ഇത് ലിഥിയം ക്ലോറൈഡിന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ആ ഗ്രൂപ്പിലെ മറ്റു ക്ഷാരലോഹങ്ങളുടെ ഒന്നും ഹാലൈഡുകൾ എന്ത് രൂപീകരിക്കുന്നില്ല? ഹൈഡ്രേറ്റുകൾ രൂപീകരിക്കുന്നില്ല. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, LiCl ആണ്. LiCl ലിഥിയത്തിന്റെ അതായത് ആ ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റു വ്യത്യാസങ്ങൾ ഇതാണ്. ആ ഗ്രൂപ്പിലെ മറ്റു ലോഹങ്ങൾ എല്ലാവർക്കും കാഠിന്യം കുറവാണെങ്കിലും ലിഥിയത്തിന് ഒരല്പം കാഠിന്യം കൂടുതലാണ്. അതുപോലെ തന്നെ ക്ഷാരലോഹങ്ങളിൽ വെച്ചിട്ട് രാസപ്രവർത്തന ശേഷി ഏറ്റവും കുറവാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നിരോക്സീകരണ ശേഷി ലിഥിയത്തിനാണ്. നിരോക്സീകരണ ശേഷി വളരെ അധികമാണ് ലിഥിയത്തിന്. ഇനി ലിഥിയത്തിന് വായുവിൽ, അതായത് മറ്റു ആൽക്കലി ലോഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ലിഥിയം എന്ത് ചെയ്യുന്നുണ്ട്? വായുവിൽ ജ്വലനം നടന്നിട്ട് പ്രധാനമായിട്ട് മോണോക്സൈഡുകളും അതുപോലെ തന്നെ നൈട്രൈഡുകളും ഉണ്ടാക്കുന്നുണ്ട്. LiO, Li3N ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ലിഥിയത്തിൻ്റെ ആ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രത്യേകതകളാണ്, മറ്റു ലോഹങ്ങളെ അപേക്ഷിച്ചുള്ള വ്യത്യാസമാണ്. അതുപോലെ തന്നെ ലിഥിയം ക്ലോറൈഡ് ഈർപ്പവുമായി ചേർന്ന് ഈർപ്പമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ലിഥിയം കാർബണേറ്റ് ഒന്നും ഖരാവസ്ഥയിൽ ലഭിക്കാറില്ല. ഹൈഡ്രജൻ കാർബണേറ്റ്, മറ്റു ലോഹങ്ങളുടെയൊക്കെ ഹൈഡ്രജൻ കാർബണേറ്റുകൾ സോളിഡ് സ്റ്റേറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ലിഥിയം ഇഥൈനുമായി പ്രവർത്തിച്ച് എഥിനൈഡ് കിട്ടുന്നില്ല. നേരെ മറിച്ച് സോഡിയം ഒക്കെ ഇഥൈനുമായി പ്രവർത്തിച്ചിട്ട് സോഡിയം എഥിനൈഡ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ലിഥിയം ഫോം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ലിഥിയത്തിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ലിഥിയം തൊട്ടടുത്ത ഗ്രൂപ്പിലെ മഗ്നീഷ്യവുമായിട്ടുള്ള ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഡയഗണൽ റിലേഷൻഷിപ്പിനെ വെച്ച് HSA എക്സാമിന് നമുക്ക് ഇതിന് മുമ്പും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും തമ്മിൽ എന്താണ് ഇങ്ങനെ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് വരാനുള്ള കാരണം? എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള സാമ്യതകൾ? ഒന്ന്, അവരുടെ വലിപ്പം, അറ്റോമിക വലിപ്പം ഒരുപോലെയാണ്. അയോണിക വലിപ്പവും ഏകദേശം ഒരേപോലെ തന്നെയാണ്.
ലിഥിയത്തിന്റെ അയോണിക ആരം എന്ന് പറയുന്നത് 76 പൈക്കോമീറ്റർ ആണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെത് അത് 72 പൈക്കോമീറ്റർ ആണ്. അപ്പൊ ഏകദേശം ഒരേ വലിപ്പമാണ്. അതുകൊണ്ടാണ് ഒന്നാമത് തന്നെ ഇവർ രണ്ടുപേരും ഒരേ സ്വഭാവം. രണ്ടു പേർക്കും അവരവരുടെ ഗ്രൂപ്പുകളിൽ താരതമ്യേന കാഠിന്യം കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിഥിയം നൈട്രൈഡുകളുമായി പ്രവർത്തിച്ച് നൈട്രൈഡ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് മഗ്നീഷ്യം Mg3N2 ഉണ്ടാക്കുന്നു. LiO MgO എന്നിവ പിന്നീട് ഓക്സിജനുമായി പ്രവർത്തിച്ച് സൂപ്പർ ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നില്ല. ലിഥിയം ക്ലോറൈഡ് ഈർപ്പവുമായി ലഭിച്ച ഹൈഡ്രേറ്റുകളായി നിൽക്കുന്നത് പോലെ തന്നെ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രേറ്റുകളായി നിൽക്കുന്നു. ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വായുവിൽ N2മായി പ്രവർത്തിച്ച് നൈട്രൈഡ് രൂപപ്പെടുത്തുന്ന ലോഹം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ലിഥിയം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽഷ്യം കാർബണേറ്റിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇത് വളരെ മൃദുവായ വെളുത്ത പൊടിയാണ്. വെള്ളത്തിൽ ഏതാണ്ട് ലയിക്കുന്നതുമാണ്. 1200 കെൽവിൻ വരെ ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാൻ ഇത് വിഘടിക്കുന്നു. ഇത് ഗാഢ ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ് പുറത്തുവിടുന്നു. അടുത്തത്, ഉയർന്ന നിലവാരമുള്ള പേപ്പർ നിർമ്മാണത്തിൽ ഇതൊരു ആന്റാസിഡായും സൗന്ദര്യ വസ്തുക്കളിൽ ഫില്ലറായും ഒക്കെ ഉപയോഗിക്കുന്നു. ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ, അതായത് കാൽഷ്യം കാർബണേറ്റിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് പറയുന്നത്. കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഇങ്ങനെ പറയൂലേ, കാക്കോത്രി എന്ന് പറയും. കാക്കോത്രി, ഈ കാക്കോത്രി എന്ന് പറയുന്നത് മുട്ടത്തോടിന്റെ പൊടി എന്നൊക്കെ പറയുന്ന അതേ സാധനം തന്നെയാണ്. മുട്ടത്തോടിന്റെ പൊടി, മാർബിളിന്റെ പൊടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മുട്ടത്തോടിന്റെ പൊടി വെള്ളത്തിൽ ലയിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പൊ മുട്ടത്തോടിന്റെ പൊടി അങ്ങനെ വെള്ളത്തിൽ ലയിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അത് വെള്ളത്തിൽ വൈറ്റ് പൗഡറൊക്കെ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഓൾമോസ്റ്റ് ഇൻസോലിബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കുന്നില്ല. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത പ്രസ്താവനയായിട്ട് 1200 കെൽവിൻ വരെ ചൂടാക്കുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് 1270 കെൽവിൻ ചൂടാക്കുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. നീറ്റുകക്കയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം തന്നെ ഇതാണ്. കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കിയാൽ മതി. അപ്പൊ ആ പ്രസ്താവന റെഡിയാണ്. ഗാഢ ആസിഡുമായി പ്രവർത്തിച്ച് ഇത് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഒക്കെ സ്വതന്ത്രമാക്കുന്നുണ്ട്. ഓക്കെ, ഉയർന്ന നിലവാരമുള്ള പേപ്പർ നിർമ്മാണത്തിൽ ഇതൊരു ആന്റാസിഡായും സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഫില്ലറായും ഒക്കെ ഉപയോഗിക്കുന്നതിന് നമ്മുടെ ടൂത്ത് പേസ്റ്റുകൾ, ക്രീമുകൾ, ഇതിലൊക്കെ എന്തുണ്ട്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണോ ശരിയായി വന്നിട്ടുള്ളത്? 2, 3, 4. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, SP ബ്ലോക്ക് മൂല്യങ്ങളിൽ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ്, ലാന്തനോയിഡുകൾ, ആക്ടിനോയിഡുകൾ, ഇവരുടെയൊക്കെ ചെറിയ സ്മോൾ കോമ്പൗണ്ട്സ്, ദെയർ പ്രിപ്പറേഷൻ, ഇതൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ നമ്മുടെ സിലബസിലുണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. 3ാമത്തത്, ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്താണ്? ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് 2H2O ആണ്. ജിപ്സം. കാൽഷ്യം സൾഫേറ്റ് 2H2O-നെയാണ് നമ്മൾ ജിപ്സം എന്ന് വിളിക്കുന്നത്. ജിപ്സം. ഇതാണ് സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ, അതായത് സിമെന്റിന്റെ സെറ്റിംഗ് സമയം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ജിപ്സം വർക്കിനൊക്കെ ആയിട്ട് നമ്മുടെ സീലിങ്ങിന് വേണ്ടിയിട്ടും പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടും ചുമരുകളൊക്കെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ജിപ്സം ഉപയോഗിക്കാറുണ്ട്. ഇതേ ജിപ്സത്തിന്, അതായത് കാൽഷ്യം സൾഫേറ്റ് 2H2O-യെ നമ്മൾ 393 കെൽവിനിൽ ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നു. അതായത് കാൽഷ്യം സൾഫേറ്റ് ½ H2O ലഭിക്കുന്നു. ഈ ½ H2O എന്ന് പറയുന്നത് 0.5 H2O എന്നും ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ കാണാം കേട്ടോ. കാൽഷ്യം സൾഫേറ്റ് 0.5 H2O എന്നും കാണാം. ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് പ്രതിമകൾ നിർമ്മിക്കുന്നതിന്, ബാൻഡേജ് ഇടുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ
ഈ ജിപ്സത്തിനെ, അതായത് ഈ കാൽഷ്യം സൾഫേറ്റിനെ 393 കെൽവിനിന് പകരം 393 കെൽവിനേക്കാളും കൂടിയ ചൂടിലാണ് ഇതിനെ ചൂടാക്കുന്നത് എങ്കിൽ അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വസ്തുവാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ, അതായത് കാൽഷ്യം സൾഫേറ്റ് മാത്രം. ഇതിനെയാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ എല്ലാ ഗുണങ്ങളും പോയി അതുപോലെ ഒരു സെറ്റാകുന്ന സ്വഭാവം ഒന്നുമില്ലാത്ത ഒരു പദാർത്ഥമാണിത്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തത്, സോഡിയം ഹൈഡ്രോക്സൈഡ് തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വായിച്ചു നോക്കി ശരിയായ പ്രസ്താവന എന്ന് ശ്രദ്ധിക്കരുത്. പ്രസ്താവന 1, 2, 3 അല്ലെങ്കിൽ നീളമുള്ള പ്രസ്താവനയാണെങ്കിൽ തെറ്റായ അല്ലെങ്കിൽ ശരിയായ എന്നൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കിയടാ, ബ്രൈൻ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഇത് തയ്യാറാക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഇത് തയ്യാറാക്കുന്നത്. കാസ്നർ കെൽനർ സെൽ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. കാൽഷ്യം അമാൽഗം ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അതായത് അഞ്ചാമത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം 1, ബ്രൈൻ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. ബ്രൈൻ ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡ് ലായനി, വളരെ ഗാഢതയുള്ള ഉപ്പ് ലായനിയെയാണ് നമ്മൾ ബ്രൈൻ ലായനി എന്ന് പറയുന്നത്. ഇതിന്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന NaOH തയ്യാറാക്കുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് തയ്യാറാക്കുന്നത്. ഇനി വേറൊന്ന്, ഇത് കാസ്നർ കെൽനർ സെൽ. ശരിയാണ്, കാസ്നർ കെൽനർ സെല്ലിലാണ് ഇത് നമ്മൾ നിർമ്മിക്കുന്നത്. എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്ന പേരോർത്തിരിക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണ പ്രവർത്തനം ക്ലോർ ആൽക്കലി പ്രോസസ് എന്നാണ് ഈ പേര് അറിയപ്പെടുന്നത് കേട്ടോ. ക്ലോർ ആൽക്കലി പ്രോസസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബ്രൈൻ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം തന്നെയാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ നടക്കുന്നത്. പക്ഷേ അവിടെ ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറിയും കാർബണുമാണ്. മെർക്കുറിയും കാർബണുമാണ് നമ്മൾ ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിക്കുന്നത്. മെർക്കുറി കാത്തോഡും കാർബൺ ആനോഡും. മെർക്കുറി കാത്തോഡും കാർബൺ ആനോഡും. അപ്പം നമുക്കിവിടെ കിട്ടുന്നത്, അതായത് സോഡിയം എന്ത് ലഭിക്കുന്നു? സോഡിയം അമാൽഗമാണ് കാത്തോഡിൽ ലഭിക്കുക. സോഡിയം അമാൽഗം കാത്തോഡിൽ ലഭിക്കുന്നു. സോഡിയം അമാൽഗത്തിനെ ജലവുമായി പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജനും സ്വതന്ത്രമാകുന്നു. ഓക്കെ, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതാണ് എസ് ബ്ലോക്ക് മൂലകത്തിൽ. അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റിന്റെ സോൾവേ പ്രക്രിയയും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചൊന്നും അതുപോലെ റെപ്രസെൻറ്റേറ്റീവ് ട്രാൻസിഷൻ എലമെന്റ്സിനെ കുറിച്ചൊക്കെയുള്ള പോയിന്റുകളൊക്കെ ഒരുപാട് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു.